നമുക്കിന്ന് അഗെയിൻ കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ചെയ്ത് നോക്കാം. ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പഴയ ഒരു സോപ്പിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി പോയിട്ട് കണ്ടു നോക്കേ. നമ്മൾ സോപ്പ് ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞു പീസ് വെച്ച് കവർ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് പരിപാടികൾ കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് പെന്നോ പെൻസിലോ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു മെമ്മോ പാഡ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പേജ് വെച്ചിട്ടാണ് ഈ ഒരു മെമ്മോ പാഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു A4 തന്നെ ധാരാളം. നമുക്ക് കുറേ കൂടി പേജസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി A4 എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ മെമ്മോ പാഡിന് കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് മുകളിൽ ഇതേപോലെ ഒരു പാറ്റേൺ ആണ് ഞാൻ വരച്ചു കൊടുത്തിട്ട്. നമുക്ക് എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഉണ്ടെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിലും ടു ഡു ലിസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു മെമ്മോ പാഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മെമ്മോ പാഡെന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്തൊട്ടിച്ചിട്ട് ഞാൻ സൈഡ്സൊക്കെ ഒന്ന് കർവ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് നമ്മുടെ മെമ്മോ പാഡ് കിട്ടും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ടൈം ടേബിൾ കാർഡ്. അപ്പോൾ ടൈം ടേബിൾ കാർഡും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഈ ഒരു ക്രയോൺസിൻ്റെ ബോക്സിലുള്ള ചിത്രങ്ങളെ റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ കാർഡ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു A4ൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ പീരീഡും അതുപോലെ തന്നെ ദിവസവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന കള്ളികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിളും എഴുതി വെക്കാം കേട്ടോ. ഇനി മുകളിലായിട്ടും സൈഡിലായിട്ടൊക്കെ ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു യെല്ലോ കളർ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി എടുത്തിട്ട് അത് ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടൈം ടേബിൾ കാർഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ, യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുക്കണം. ഞാനിത് ഓൾറെഡി ബ്ലാക്ക് ആയിരിക്കുന്ന കാർഡ്ബോർഡ് എടുത്തതുകൊണ്ട് പ്രത്യേകം പെയിൻറ് അടിക്കുന്നില്ല. ഇനി ഒരു വൈറ്റ് കളർ പേപ്പർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊരു കണ്ണും മൂക്കും ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പെൻഗ്വിൻ്റെ തീമിലാണ് നമ്മൾ ഈ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റിൻ്റെ ബേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് പേജസ് വേണമല്ലോ. ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ ഫോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ ടു ഡു ലിസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ ഈ പേപ്പറുകളെല്ലാം ചേർത്തൊട്ടിച്ചിട്ട് അവസാനം നമ്മൾ ഈ ഒരു കാർഡിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതും എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടു ഡു ലിസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുകയെ. നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ കാർഡ് ചെയ്തു. ഇനി നമുക്കൊരു പോക്കറ്റ് ടൈം ടേബിൾ ചെയ്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു A4 ഷീറ്റിൽ നിന്ന് ഇതുപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഓരോന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്ത് പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് ടൈം ടേബിൾ കാർഡ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പോക്കറ്റ് ടൈം ടേബിൾ നമുക്ക് എപ്പോഴും പോക്കറ്റിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാം. അപ്പോൾ എപ്പോൾ എവിടെ ഇരുന്നാലും നമുക്ക് ടൈം ടേബിൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതെ, നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേയ്സും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. നമ്മളിതിനൊരു കവർ പേജ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു 5 ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ ഒരു 5 ക്രാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ടേ.